ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. ദൈവങ്ങൾ മനുഷ്യനെ ഭയപ്പെടുന്നു. ദൈവം പോലും ഭയക്കുന്ന പിശാചുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഭൂതത്താന്മാരെ കാവലിനെത്തിയ ഗതികെട്ട ദൈവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം ആ ഭൂതത്താന്മാരുടെ കണ്ണു വെട്ടിച്ച് ദൈവങ്ങളുടെ ആടയാഭരണങ്ങൾ അടിച്ചു മാറ്റുന്ന ബുദ്ധിമാനായ മനുഷ്യർ, ദൈവത്തിന് കാവൽ നിൽക്കുന്നവരുടെ ഉളുതുണി അഴിക്കുന്ന കള്ളന്മാർ, മറ്റൊരു തരത്തിൽ ദൈവങ്ങൾക്ക് മൂലധനം വർദ്ധിപ്പിക്കുന്ന മൂഢന്മാരായ മനുഷ്യർ. എന്തൊക്കെയാണ് ഇവിടെ കാണേണ്ടത്? ദൈവശക്തി എന്നത് ശൂന്യമായ വിശ്വാസങ്ങളടങ്ങുന്ന ഒരു മാന്ത്രിക ചെപ്പാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യർ. ദൈവത്തിന് കാവൽക്കാർ വേണമെങ്കിൽ ദൈവം ഭയക്കുന്ന പിശാചുക്കളെ ദൈവത്തേക്കാൾ വലിയവർ എന്ന് പറയുകയാണ് മനുഷ്യർ. വളരെ കഷ്ടം തന്നെ. ലോകജനം മതഭേദമന്യേ പൂർണ്ണ ഐക്യത്തിൻ്റെ പാതയിലാണ്. അനാദികാലത്തെ പ്രകൃതിയുടെ ജൈവാസൂത്രണ സംവിധാനത്തിൻ്റെ ജീർണതയിൽ നിന്നും ദൈവാസൂത്രണ സംവിധാനത്തിലേക്ക് ചുവടുമാറ്റം സ്വയം ആർജിച്ച് മൂല്യങ്ങളാൽ സംസ്കരിക്കപ്പെട്ട് ഇന്നത്തെ ലോകജനത അടുത്ത സാംസ്കാരിക വ്യതിയാനത്തിൻ്റെ വക്കിലാണ്. അതാണ് നിരന്തരം യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യർക്കിടയിൽ വളർന്നു വന്നിരിക്കുന്നു. ഈ ലോകത്തെ ഏതൊരു മതങ്ങളും സ്ഥിരതയുള്ള ജനന മരണ വിഷയങ്ങളുടെ സ്വർഗസങ്കല്പങ്ങളും മുക്തി മോക്ഷങ്ങളും അവികസിതമായി ജീർണതയിൽപ്പെട്ടു നിൽക്കുകയാണ്. മനുഷ്യന് ഇന്നും അജ്ഞാതമാണല്ലോ ജനനവും മരണവും. ഈ അവികസിതാവസ്ഥകൾ വിഘടിതത്വങ്ങളായി സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കുന്നു. അതെല്ലാം യുദ്ധങ്ങളായി പര്യവസാനിക്കുന്നു. ഇത് നിരന്തരമായി തുടർന്നു കൊണ്ടുപോകുമ്പോൾ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ കൊണ്ട് മേൽപ്പറഞ്ഞ വിഘടിതത്വങ്ങൾ താരതമ്യേന ഇല്ലായ്മയിലേക്ക് പോവുകയും പുതിയ സാംസ്കാരിക വിപ്ലവത്തിന് ശേഷിക്കപ്പെടുന്ന മനുഷ്യർ വിധേയരാകുകയും പുതിയൊരു ലോകം സംജാതമാക്കുകയും ചെയ്യും. അചിന്തനീയമായ ഒരു സാംസ്കാരിക വിപ്ലവം ആയിരിക്കും അത്. ഇന്നത്തെ മനുഷ്യൻ്റെ ബ്രെയിൻ വളർച്ചയുടെ മെഷർ തന്നെ മാറും വിധം ദൈവാസൂത്രണ സംവിധാനത്തിലൂടെ ഈ ജീവിവർഗത്തെ ഇവിടം വരെ എത്തിച്ച സംസ്കാരത്തിൻ്റെ ബാല്യകാല ദശയിൽ നിന്നും കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന പുതുമയുള്ള വ്യതിയാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വ്യതിയാനത്തിന് കുലം, വംശം, ജാതി, മതം എന്നിവയുടെ ഭാവിയിലെ പരിണാമ ദിശയിലേക്കുള്ള ദൂരമായിരിക്കും ഇന്നത്തെ മനുഷ്യൻ്റെ അർത്ഥശൂന്യമായ ജീവിത പര്യവസാനം. പൊടുന്നനെയുള്ള മനുഷ്യരുടെ കൂട്ടമരണത്തെ അല്ല സൂചിപ്പിക്കുന്നത്, ലോകാവസാനത്തിൻ്റെ പ്രവചനവുമല്ല. എന്നാൽ ലാളിത്യതയാർന്ന മനുഷ്യ സ്വഭാവ സംബന്ധമായ ഒരു സുതാര്യ ലയനത്തിൻ്റെ കുത്തൊഴുക്ക് സംഭവിക്കുന്നതാണ്. പ്രകൃതിയുമായുള്ള ജീവിതത്തിലെ ഏതൊരു തലത്തെയും അബോധമായി കെട്ടിപ്പടുത്ത വൈപരീത്യങ്ങളായ ജൈവവൈരുദ്ധ്യതകളുമായുള്ള സംഘർഷാവസ്ഥ അയഞ്ഞ് ശരിക്കും തപനാവസ്ഥയിലെത്തുന്നതും ലോകമനുഷ്യൻ അസ്വീകരിക്കപ്പെടുന്നതുമായ കുലം, വംശം, ജാതി, മതം എന്നിവയുടെയൊക്കെ നിർമ്മിതികളും ആശയങ്ങളും സ്വയം ജീർണതയിൽപ്പെട്ട് മൺമറയുന്നതുമായിരിക്കും. ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് ആടയാഭരണങ്ങൾ വേണ്ട. പക്ഷേ ആ കാലഘട്ടങ്ങൾ വളരെ സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറമാണെന്നോർക്കണം. ആയതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ പറയണമെങ്കിൽ കുറച്ചു കാലം പുറകിൽ എങ്ങനെയായിരുന്നു എന്നറിയേണ്ടതുണ്ട്. ദൈവം ഉണ്ടായ കാലം മുതൽ ദൈവത്തിന് കൈമടക്ക് കൊടുക്കുന്നതിൽ മനുഷ്യർ മത്സരിച്ചിരുന്നു. പാലും പഴവും ചന്ദനവും ആടയാഭരണങ്ങളും സ്വർണങ്ങളും നാണയങ്ങളും എല്ലാം അതിൽപ്പെടുമായിരുന്നു. പശുക്കളും ആളുകളും കുതിരകളും ആനകളും കോഴിയും താറാവും സർവ്വതും ആ കൂട്ടത്തിൽ ഇന്നും ലഭ്യമാക്കുന്നുണ്ടല്ലോ. പഴയ കാലത്തെ ഭൂമിയെല്ലാം ദേവന്റെ സ്വത്താക്കിയാണ് ദേശങ്ങളെ തരംതിരിച്ചിരുന്നത്. ഇത് ഇന്ത്യയിൽ തെക്ക് മുതൽ വടക്ക് വരെ ഉണ്ടായിരുന്ന ഹൈന്ദവതയെ ഉദ്ഘോഷിക്കുന്നു.
മതങ്ങളിൽ മറ്റുള്ളവർ ഇവിടെ ഇല്ലായിരുന്നു എന്നോർക്കണം. നാട്ടുരാജാക്കന്മാരുടെ ഇക്കാലഘട്ടത്തിലെ രാജ്യത്തിൻ്റെ വരുമാനം ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ ദൈനംദിനം നൽകിക്കൊണ്ടിരുന്ന നാണയത്തുട്ടുകളോ സ്വർണത്തരികളോ തേങ്ങയോ ചക്കയോ മാങ്ങയോ നെല്ലോ മറ്റു കാർഷിക വിഭവങ്ങളോ മാത്രമായിരുന്നു കരമായി ലഭിച്ചിരുന്നത്. ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ വരുമാനം കുറഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ചെപ്പടി വിദ്യകളൊക്കെ അന്നുണ്ടായിരുന്നു. അതിവിടെ പ്രതിപാദിക്കുന്നില്ല. തന്ത്രികളുടെ ആ തന്ത്രങ്ങളിൽ കുടുങ്ങി സാധാരണ ജനം അനുഗ്രഹത്തിനു വേണ്ടി എന്തും ചെയ്തു പോരുന്നു. എന്നാൽ അവയെല്ലാം രാജാക്കന്മാർ രാജ്യകാര്യങ്ങൾക്കായി ചെലവഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ക്ഷേത്രങ്ങളിലെ പണം വ്യക്തികൾ കൊള്ളയടിക്കപ്പെടാതെ പോകുന്നതിന് കാരണമായി തീർന്നു. അത് കഴിഞ്ഞാണ് ജനാധിപത്യം വന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വ്യത്യസ്ത സ്വഭാവങ്ങളായി ന്യൂനപക്ഷങ്ങളെന്നും സാമ്പത്തിക പിന്നോക്കമെന്നും ഉള്ള അനവധി തലങ്ങളിലേക്ക് വിശ്വാസം, ക്ഷേത്രം, പള്ളികൾ, മോസ്കുകൾ, സ്കൂളുകൾ മുതലായ പൊതുവിഷയങ്ങളിലെ വ്യതിരിക്തതകൾ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ തോൽവിയെ അനുസ്മരിപ്പിച്ചു പോരുന്നു. ആ തോൽവിയിൽ നിന്നാണ് 3 തരം ആരാധനാലയങ്ങൾക്ക് വൈവിധ്യങ്ങൾ നിലവിൽ വന്നത്. ഏതായാലും ദേവന്റെ സ്വത്തുക്കൾ എന്നതിനെ ദേവസ്വം എന്നാക്കി നവീകരിച്ചപ്പോൾ പ്രത്യേക ബോർഡ് ഉണ്ടാക്കിയും മന്ത്രിമാരും നിലവിൽ വന്നു. പക്ഷെ അവിടങ്ങളിലെ വരുമാനച്ചോർച്ച തടഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം സഭകളുടെ സമ്പത്തിനെയും ക്രോഡീകരിച്ച് രാജ്യകാര്യങ്ങളുടെ ഇന്നത്തെ അടിയന്തരമായ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയ്ക്ക് അതിനുള്ള അവകാശവും അർഹതയുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത്. കുറഞ്ഞ പക്ഷം പാവപ്പെട്ടവർക്ക് ഉള്ള പെൻഷനു വേണ്ടി ഇനിയെങ്കിലും കടമെടുക്കാതെ സ്വന്തം രാജ്യത്തെ കലവറകളിൽ നിന്നും കണ്ടെത്തേണ്ടതാണ്. അനുഗ്രഹത്തിനായി വിശ്വാസികൾ നൽകുന്ന ഏതൊന്നും സ്വീകരിക്കാം. എന്നാൽ ദൈവത്തിന് ഇതൊന്നും വേണ്ട. മനുഷ്യനാണ് ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇത്രയധികം സന്നാഹങ്ങളുള്ള ആധുനിക കേരളത്തിന് അപമാനകരമായ ഈ സ്വർണ്ണക്കൊള്ള അനുഗ്രഹത്തിനായി അയ്യപ്പ വിളിച്ച് അലറിക്കൂവി മലകയറുന്ന പാവം ജനങ്ങൾ അടുത്ത വർഷത്തേക്ക് നാണയത്തുട്ടുകൾ സ്വരുക്കൂട്ടുകയാണ്. വല്ല കള്ളന്മാർക്കും വയറു നിറയ്ക്കുവാൻ പാവം വിശ്വാസികൾ. അനുഗ്രഹം വാങ്ങാൻ നടക്കി വയ്ക്കുന്ന കോടാനുകോടികൾ സ്വർണമാകട്ടെ പണമാകട്ടെ തിരിച്ച് ചോദിക്കാൻ അവർക്ക് അവകാശവും അർഹതയുമില്ല. ആ പണവും സ്വർണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കണം. കടം ഉണ്ടെങ്കിൽ കടം വീട്ടട്ടെ. കോടതി ഗവൺമെൻറ്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? 10 വർഷം ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നും സ്വർണം രേഖാപരമായി ഗവൺമെൻറ് പിൻവലിക്കുകയും രാജ്യകാര്യങ്ങൾക്കായി ചെലവഴിക്കുകയും വേണം എന്നാണ് വ്യത്യസ്തന് പറയാനുള്ളത്. നമസ്കാരം.